വളരെ വ്യത്യസ്തമായ പലതരം വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് എനിക്ക്. കാര്യം നിങ്ങളും ആഗ്രഹിക്കുന്നത് പല പുതുമയുള്ള വിഭവങ്ങൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതായത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത്, വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ അത്തരം 4 മണി പലഹാരമായിട്ടാകാം, അല്ലെങ്കിൽ അതൊരു പ്രാതലിന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളൊരു വിഭവമാകാം, അല്ലെങ്കിൽ ഒരു ഡിസേർട്ടാകാം, എന്നും ആകാമല്ലോ അല്ലേ. പിന്നെ നോൺ വെജ്, പിന്നെ നമ്മുടെ ഡെയിലി യൂസിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറികൾ പോലും വ്യത്യാസമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു സന്തോഷവും പുതുമയുമാണല്ലോ. എന്തായാലും ഇന്നും 2 വിഭവങ്ങൾ വരുന്നു. അത് ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ വളരെ സാധാരണമാണ്. എങ്കിലും ഇതൊരു 4 മണി പലഹാരമായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ചെയ്യാം. ഇനി അങ്ങനത്തെ അരിപ്പൊടിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഗോതമ്പ് മാവോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം. കുറച്ച് അവൽ വീട്ടിലുണ്ടോ എന്നാൽ നമുക്ക് അവൽ കൊണ്ടൊരു കൊഴുക്കട്ട തയ്യാറാക്കാം, അവൽ കൊഴുക്കട്ട. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൽ കൊഴുക്കട്ട ചേരുവകൾ: അവൽ 2 കപ്പ്, എണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടീസ്പൂൺ, പച്ചമുളക് 1 വലുത് ചെറുതായി അരിഞ്ഞത്, തേങ്ങ ചിരകിയത് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, സവാള 1 ചെറുതായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ അവൽ കൊഴുക്കട്ട തയ്യാറാക്കാം. കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വയ്ക്കണു. ഇനി ഒരു താളിപ്പാണ് ആദ്യം താളിച്ചെടുക്കണം. കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്, പിന്നെന്താ കടലപ്പരിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ എണ്ണ ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ വേണമെങ്കിൽ അതാകാം, നെയ്യിൽ വേണമെങ്കിലും ചെയ്യാം, നോർമലായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിടാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി. ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇതിപ്പോൾ മുഴുവൻ ഉഴുന്നാണ്, അതാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇതെല്ലാം പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി കുറച്ച് കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, എല്ലാം കളർ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇതൊരു വലിയ പച്ചമുളക് അല്ലെങ്കിൽ 2 എരിവനുസരിച്ചിട്ട്, ഇഞ്ചി 2 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞത്, ഇനി സവാള 1 ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടട്ടെ. ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ റെഡിയാകുന്ന സമയം നമ്മുടെ അവൽ ഒരു 2 കപ്പ് അവൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെള്ള അവലാണ്, ഫ്ലാറ്റ്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുതിരാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഈ ഒരു വഴറ്റൽ പ്രോസസ്സ് എല്ലാം കഴിയും. പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്, ചെറിയ ചുമയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം നന്നായിട്ടൊന്ന് വാടട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. ഓക്കെ, എല്ലാം കൂടി ഒന്ന് വാടി സെറ്റാകട്ടെ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത്, ഏകദേശം ഇത് തേങ്ങയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 മുതൽ 1 കപ്പോളം ഉണ്ട്. ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ എടുക്കുന്നു. എനിക്ക് തേങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾക്ക് അര കപ്പായാലും മതി. ഇനി തേങ്ങ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർത്തിട്ട് ചേർത്താലും മതി.
തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി തേങ്ങയൊന്നും ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. ഞാൻ തീ ഓഫ് ചെയ്യുന്നു. കഴിഞ്ഞു. ഇത് പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ അവൽ കുതിർന്നിട്ടുണ്ടാകും. കുതിർന്ന അവൽ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളം കളയണം. അപ്പോൾ വെള്ളത്തിൽ കുതിരാൻ വെച്ചൊരു 10 മിനിറ്റ് പോലും ആയില്ല കേട്ടോ. അരിപ്പയിലേക്ക് മാറ്റുന്നു. കംപ്ലീറ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് പോകട്ടെ. ഒരു മാവ് പോലെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ്. ഇനി ഞാൻ കൈ കൊണ്ടൊന്നും കുഴക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അത് നല്ല പേസ്റ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ വെള്ളമൊക്കെ പോയി. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഈ അവൽ ചേർക്കുന്നു. ഇതൊന്ന് തണുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം തൽക്കാലം ചെറിയ ചൂടുണ്ട് തേങ്ങയുടെ കൂട്ടിന്. ഇനി ഉപ്പൊക്കെ നോക്കണം. പാകത്തിന് ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ കൊഴുക്കട്ടയുടെ ഷേപ്പ് എന്താണോ, റൗണ്ട് വേണമെങ്കിൽ അങ്ങനെ, കൈപ്പിടി നമ്മൾ ഈ പിടിക്കൊഴുക്കട്ടയില്ലേ അതുപോലെ ആണെങ്കിൽ അങ്ങനെ, എന്നിട്ട് ആവിയിലൊന്ന് സ്റ്റീം ചെയ്യണം. എത്ര കഴിയും. സിമ്പിളല്ലേ? എന്ത് എളുപ്പത്തിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റോ 4 മണി പലഹാരമോ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ നമ്മുടെ അവൽ കൊഴുക്കട്ടയുടെ മിക്സ് ഈസ് റെഡി. അപ്പോൾ അരിമാവൊന്നും വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ വെള്ള അവലിൽ ചെയ്തു. ഇപ്പോൾ ചമ്പാവ് അവലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ വേണമെങ്കിൽ ആ ബീറ്റൻ റൈസിലും ചെയ്യാം, ആ അവലിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഉരുള എങ്ങനെ വേണം എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഏത് ടൈപ്പ് വേണം. വിൽമേക്ക് സാധാരണ നമ്മൾ ഇങ്ങനത്തെ പിടിക്കൊഴുക്കട്ട ചെയ്യുന്ന പോലെ ചെയ്യാം. ആദ്യം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ കൈ വെച്ച് പിടിക്കുന്നതിൻ്റെ ഒരു ഷേപ്പാണത്. ഇപ്പോൾ സ്റ്റീമറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ചെറിയ സ്റ്റീമറാണ്, കുട്ടി സ്റ്റീമർ. എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ, പക്ഷേ അതൊരു ഷേപ്പാക്കി സ്റ്റീം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഉറയ്ക്കും. റൗണ്ട് ഷേപ്പ് ആണെങ്കിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തുന്നു. പിടിക്കൊഴുക്കട്ട. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇത് സ്റ്റീമറിലെ വെള്ളം തിളയ്ക്കും. താഴത്തെ തട്ടിൽ വെള്ളമാണ്, മുകളിലേക്ക് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് ആവി വന്നു. അയ്യോ, നന്നായിട്ട് വന്നു മീൻസ് കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിടിക്കൊഴുക്കട്ട, അവൽ പിടിക്കൊഴുക്കട്ട അങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതെൻ്റെ ചെറിയ സ്റ്റീമറാണ്. എൻ്റെ വലിയ സ്റ്റീമർ കേടായിപ്പോയി, അത് കാരണം 2 പ്രാവശ്യമായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ സ്റ്റീമറിൽ തന്നെ ചെയ്തോളൂ. അപ്പച്ചമ്പിലോ എങ്ങനെയാണെങ്കിലും, ഇഡ്ഡലി കുട്ടകത്തിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് നല്ല ആവി കയറിയാൽ മതി, 5 to 7 minutes. അപ്പോൾ റെഡിയാകും. ഉടനെ നമ്മൾ ഇളക്കരുത്, എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്ന് ഉറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 minutes, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. യെസ്, നന്നായിട്ട് ആവി വന്നു. ഇനി ഇത് നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട്, അതായത് ഇച്ചിരി ഒന്ന് തണുക്കണം, അത് കഴിഞ്ഞിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ഇരിക്കുന്ന കൊഴുക്കട്ടയും ഇതുപോലെ തന്നെ ഒരു 5 minutes സ്റ്റീം ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്യാതെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ പറഞ്ഞത് ആ ഒരു ഇത് കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ അവൽ കൊഴുക്കട്ട ഈസി വേ, ഈസി മെത്തേഡ്, എളുപ്പത്തിൽ തന്നെ റെഡിയായി കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ സ്റ്റീമിങ് മതി. ആവി വന്നു കഴിഞ്ഞാൽ
പിന്നെ ഉടനെ കുത്തി ഇളക്കരുത്, അത് വെയിറ്റ് ചെയ്യുക, അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ആവി കയറി കഴിയുന്ന സമയം. പക്ഷേ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അത് കുറച്ചൊന്ന് ഉറച്ച് വരും. ഓക്കെ, ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നും വേണ്ട, ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇതൊരു പ്രാതലിനാകാം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജാണ്. നമ്മുടെ വീടുകളിലെ സാധാരണമായി നമ്മൾ ഉണ്ടാക്കുന്ന ചോറിൻ്റെ കൂടെ പല പല കറികൾ ഉണ്ടാക്കുമല്ലോ. നോർമലായിട്ട് ഒരു വലിയ വിശേഷപ്പെട്ട ദിവസം അല്ലാണ്ട് നമുക്ക് വീട്ടുകാർക്ക് കഴിക്കാനായിട്ട് എപ്പോഴും നോൺ വെജ് കഴിക്കുന്ന വീടാണെങ്കിൽ ഒരു മീൻ കറിയോ ഒരു മീൻ ഫ്രൈയോ ഒന്നോ രണ്ടോ കറികൾ, ഒരു ഒഴിച്ച് കറി, ചില സ്ഥലത്ത് ഒരു ഒഴിച്ച് കറി, ഒരു സൈഡ് ഡിഷ്, പിന്നെ ഒരു മീൻ എന്തെങ്കിലും ഉണ്ടാവും, അച്ചാറുണ്ടാകും, തൈരുണ്ടാകും. അപ്പോൾ ഈ മീൻ കറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ചലഞ്ചാണ്. പല ദിവസവും പല പല ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഈ മത്തി മീൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കുഞ്ഞൻ മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു പുളിമീൻ ഉണ്ടാക്കാൻ പോകണം. പുളിമീൻ ഇതിൽ ഒരുപാട് ചേരുവകളൊന്നുമില്ല, 1, 2, 3 ചേരുവകളെ വരുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാം, വളരെ സ്വാദാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ പുളിമീൻ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുളിമീൻ ചേരുവകൾ: മത്തി 1/2 കിലോ, ക്രഷ്ഡ് ചില്ലി അഥവാ വറ്റൽമുളക് തെരുതെരുപ്പായി പൊടിച്ചത് 2 ടേബിൾ സ്പൂൺ, കൊച്ചുള്ളി ചതച്ചെടുത്തത് 1 കപ്പ്, പുളി ഒരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിൽ 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുക്കണം, ഉപ്പ് ആവശ്യത്തിന്, വീണ്ടും വെള്ളം 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2.5 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ മത്തി ഈസ് റെഡി. മത്തി റെഡിയാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇത് കുഞ്ഞൻ മത്തിയാണ്, വലിയ സൈസുള്ള മത്തിയല്ല, ചെറുതാണ്. പക്ഷേ ഇത് നമ്മൾ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല. അത് മുഴുവനെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. തലയുടെ ഈ ഭാഗം വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള ഗിൽസ് എല്ലാം മാറ്റിയിട്ടുണ്ട്, പൂവെല്ലാം മാറ്റി സെറ്റ്, വാലും മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കേണ്ടത്. അതിൽ പ്രധാനമായിട്ട് ഇതിൽ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. നോക്കിയേ, ഇതുപോലെ ഇത് വാളംപുളിയാണ്, ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപുളി. ഇതിപ്പോൾ ഒരു ബൗളിൽ ഏതാണ്ട് ഒരു കപ്പ് വെള്ളം കുതിരാനായിട്ട് വെച്ചിരുന്നു. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു പുളിമീനാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ പുളിയുടെ ടേസ്റ്റാണ് കയറി നിൽക്കുന്നത്. പുളിയും എരിവും ഉപ്പും എല്ലാം വേണം. ഇതിപ്പോൾ 1/2 കിലോ ആണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്, അളവ് 1/2 കിലോ മീനുണ്ട്. ഇനി ഈ പുളി വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇതിനോടൊപ്പം കൊച്ചുള്ളി ചതച്ചത്, ഇത് നോക്കിക്കോളൂ, 1 കപ്പ് കൊച്ചുള്ളി ചതച്ചതുണ്ട്. അത് കുറച്ച് ലാവിഷ്. ഇനി അതിനോടൊപ്പം തരിയാണ്, വറ്റൽമുളകിൻ്റെ ക്രഷ്ഡ് ചില്ലി നമ്മൾ പറയില്ലേ, വറ്റൽമുളകിൻ്റെ തരിപ്പായിട്ട് പൊടിച്ചത്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ അത്യാവശ്യം എരിവും പുളിയെല്ലാം ഇരിക്കട്ടെ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇനി കുറച്ച് ഉപ്പ്, മീൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അവസാനവും ചേർക്കാമല്ലോ, ആദ്യം ഒരുപാട് വേണ്ട. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നല്ലൊരു മിക്സിങ്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാൻ പോകും. നമുക്കൊരു ചാറ് കറിയായിട്ടാണെങ്കിൽ വെള്ളമൊക്കെ നിറച്ചൊഴിച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല, കുറച്ച് വറ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് ചാറായിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. പക്ഷേ ഭയങ്കര തിക്കായിട്ടുള്ള ഗ്രേവി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് കുറച്ചിങ്ങനെ നല്ലൊരു ടേസ്റ്റി ചാറും മത്തിയെല്ലാം ആയിട്ട് വരുന്നൊരു കറി. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഒരു തിള വരട്ടെ. തിള വന്നു കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് അടച്ചിട്ട് തീ അല്പം ഒന്ന് കുറച്ചിട്ട് ഒരു ഇടത്തരം തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ മീനൊക്കെ പാകത്തിന് വെന്ത, ചാറ് കുറുകുന്നൊന്നും ഞാൻ പറയുന്നില്ല, ചാറൊക്കെ ആ മീനിൻ്റെ സത്തൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക സ്വാദായി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മുടെ പുളിമീനിലേക്ക് തിള വന്നു തുടങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണേ, നല്ലൊരു തിളയായി. ഇനി പാത്രം ഒന്ന് അടച്ചിടുന്നു.
എന്നിട്ട് തീ നന്നായിട്ടൊന്ന് കുറയ്ക്കാം, ഒരു മീഡിയം ലോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ഈ ചാറൊക്കെ ഒന്ന് ഇതിലൊക്കെ എല്ലാത്തിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിക്കണമല്ലോ, പുളിയും എരിവും ഉപ്പും. ഇപ്പം അത്യാവശ്യം നല്ല എരിവുണ്ട്, നിങ്ങൾക്ക് അത്ര എരിവ് വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാകും കേട്ടോ. പിന്നെ ഇത് കഷ്ണത്തിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ സിങ്കാവും. അപ്പോൾ ലാസ്റ്റ് ചേർക്കാനുള്ളത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ അടപ്പെല്ലാം മാറ്റി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളമൊക്കെ കുറഞ്ഞ് വരും. ഇത് പുളിവെള്ളമാണ്. പിന്നെ ഇനി ഇതിനകത്തേക്ക് ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ മുളകിൻ്റെ തരിയല്ലേ ചേർത്തത്, ഏതാണ്ട് 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ഒരു വെന്തൊക്കെ വരുമ്പോൾ അങ്ങനെ ഓവർ എരിവൊന്നും ആവില്ല, കാര്യം ഇത്രയും 1/2 കിലോ മീനുണ്ടല്ലോ, അതിലൊക്കെ പിടിച്ച് വരുമ്പോൾ ആ പുളിയും എല്ലാം കൂടി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ കളറും കൂടി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർക്കണം. ഏതാണ്ട് പകുതി 3/4 ഭാഗം ആയി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. 3/4 ആയി കഴിഞ്ഞു കുക്കിംഗ് പ്രോസസ്സും എല്ലാം. ഇനിയാണ് മുളക് പൊടി ചേർക്കുന്നത്. പിരിയൻ മുളകിൻ്റെ പൊടി, ഒരു ടീസ്പൂൺ ചേർക്കുന്നു. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം, നല്ല ഫ്രഷ് കറിവേപ്പില. ഇനി കുറച്ച് വെളിച്ചെണ്ണ, ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ കൂടുതൽ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് വീണ്ടും ഒന്ന് തിളയ്ക്കണം. ഇളക്കമൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും മുളക് പൊടിയൊക്കെ ഇതിനകത്തേക്ക് മിക്സ് ആയിക്കോളും. 1 സ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ആകാം, അല്ലെങ്കിൽ നല്ല ഹീറ്റായിട്ടുള്ള ടീസ്പൂണിൽ ചേർക്കാം. ഇനി ചെറിയ രീതിയിലേക്ക് മാറ്റുന്നു. കുറച്ച് നേരം കൂടെ കിടക്കട്ടെ. അത് കഴിയുമ്പോൾ നമ്മുടെ പുളിക്കറി റെഡിയാവും. പുളി മീൻ ഇനി എല്ലാം ചുറ്റിക്കൽസ് ഉള്ളി, അല്ലാണ്ട് ഇളക്കരുത്. അപ്പോൾ നമ്മുടെ പുളിമീൻ ഈസ് ഗെറ്റിംഗ് റെഡി. പിന്നെ ഇനി ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കും. 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇനി 1 ടേബിൾ സ്പൂണും കൂടി ഒഴിക്കും. അതെന്താ വെച്ചാൽ അതും കൂടി വരുമ്പോഴാണ് ഇതിൻ്റെ ആ ടോട്ടാലിറ്റിയിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് ഭയങ്കരമായിട്ട് മാറും കേട്ടോ, വേറെ ലെവലിലേക്ക് പോകും. പിന്നെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, ചട്ടിയിൽ തന്നെ വെച്ചേക്കുക, ചൂടോടുകൂടി കഴിക്കേണ്ട, ഒന്ന് തണുക്കാനായിട്ട് സമയം കൊടുക്കുക. അപ്പോൾ ഈ ചട്ടിയിലിരുന്ന് കുറച്ചുകൂടി ഒന്ന് വലിയ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് ഇച്ചിരി ചാറോട് കൂടി തന്നെ ചെയ്ത് നല്ല വെന്ത കപ്പയുടെ കൂടെ, അരപ്പൊന്നും ഇട്ട കപ്പയല്ല, നല്ല വെള്ളക്കപ്പ, അതിൻ്റെ മുകളിലേക്ക് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കഴിക്കണം, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി പാത്രം അടച്ചൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചാൽ മതി. ഇത് പക്കയായിട്ട് റെഡി ആയിട്ടിരിക്കും. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അത് അടിപൊളി സ്വാദാണെന്ന്. എന്ത് എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കഴിച്ചാൽ ഗംഭീരമായിരിക്കും, നല്ല വെള്ളക്കപ്പയുടെ കൂടെ ചേർത്ത് കഴിച്ചാലും ഗംഭീരമായിരിക്കും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നത് തോന്നില്ല. അതെന്നാ ചൂട് ഇങ്ങനെ ചട്ടി ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ അതങ്ങനെ തന്നെയാണ്. ചട്ടി നല്ല ചൂടാണ്, അതുകൊണ്ടിങ്ങനെ ചെറുതായിട്ട് ബബിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇത് ഗംഭീരമായിട്ട്, വലിയ വിലയുള്ള മീനൊന്നുമല്ല മത്തി. ഇത് ഈ ഒരു രീതിയിൽ ചെറു മീനുകളൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. വേറെയും പല ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, വാള പോലെയുള്ള മീനും ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഉണ്ടാക്കിയത് നമ്മുടെ കൊഴുക്കട്ടയാണ്. സിമ്പിളായിട്ടുള്ള അവൽ കൊഴുക്കട്ട. ഒരു 4 മണി പലഹാരമാകാം, അതല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതലിനുള്ള വിഭവമാക്കി മാറ്റാം. അടിപൊളിയാണ്. അതിൽ ആ തേങ്ങയൊക്കെ കൂടുതൽ ഇടുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ആ കഴിക്കുമ്പോൾ ആ തേങ്ങയുടെ ഇതെല്ലാം, പിന്നെ ഇടയ്ക്ക് ആ താളിച്ച കാര്യങ്ങളും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കാം. പിന്നെ രണ്ടാമത് കാണിച്ച വിഭവമാണെങ്കിലും ഏറ്റവും എളുപ്പമാണ്. ഒരു മത്തി കയ്യിൽ കിട്ടിയാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് അത് കാണിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ മത്തിയാണ്, കുഞ്ഞൻ മത്തി. അല്ലാന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക, വലുതാണെങ്കിൽ. ഇത് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വാളംപുളിയും മുളകും അത്രയ്ക്കല്ലേ ഉള്ളൂ, പുളി, പിന്നെ കറിവേപ്പില, പിന്നെ ഏറ്റവും പ്രധാനം വെളിച്ചെണ്ണ, പിന്നെ കൊച്ചുള്ളി. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കേഴ്സ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഇത് നല്ല കപ്പയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ 2 വിഭവങ്ങളും തയ്യാറാക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമൻറ്റിലൂടെ കാണാം.